ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദി വെയ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഹാമർ ഈസ് വേരീസ് ഫ്രം ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ എഞ്ചിനീയറിംഗ് ഹാമേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ വെയിറ്റ് എത്ര മുതൽ എത്ര വരെയൊക്കെ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കോമൺ ആയിട്ട് എത്ര വരെയൊക്കെ ആയിരിക്കും കഴിഞ്ഞാൽ 125 ഗ്രാം മുതൽ 1500 ഗ്രാം വരെയൊക്കെ ആയിരിക്കും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബെഞ്ച് വൈസ് ഈസ് എ സ്പെസിഫൈഡ് ബൈ ഡാഷ്. ബെഞ്ച് വൈസ് സ്പെസിഫൈ എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ എന്താണ് വിഡ്ത്ത് ഓഫ് ദ ജോ. വിഡ്ത്ത് ഓഫ് ദ ജോ അനുസരിച്ചാണ് ബെഞ്ച് വൈസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ടി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഫോർജിങ് വർക്ക്. ഫോർജിങ് വർക്കിന് യൂസ് ചെയ്യുന്ന വൈസ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ലെഗ് വൈസ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി എക്സ്പാൻഷൻ ഓഫ് MKS സിസ്റ്റം. MKS സിസ്റ്റത്തിൻ്റെ എക്സ്പാൻഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. MK എന്താണ്? മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഈസ് ദി അക്യുറസി ഓഫ് ട്രൈ സ്ക്വയർ. അതായത് ട്രൈ സ്ക്വയറിൻ്റെ അക്യുറസി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 0.002 mm/10 mm ലെങ്ത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് റൂൾ ഈസ് യൂസ്ഡ് ഇൻ പാറ്റേൺ മേക്കിംഗ്. അത് പാറ്റേൺ മേക്കിന് നമ്മൾ ഏത് ടൈപ്പ് റൂൾസാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ശ്രിങ്കേജ് റൂൾസാണ് ഇതിനോട് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി സെക്കൻഡ്സ് ആർ ഇൻ 1 ഡിഗ്രി. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 3600 സെക്കൻഡാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 16 മിനിറ്റ്സ് എന്നും പറയും. 16 മിനിറ്റ്സ് ആണ് എന്ത് 1 ഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്റ്റീൽ റൂൾ. സ്റ്റീൽ റൂളിലെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 0.5 mm ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഗ്രാജുവേഷൻ ആർ മാർക്ക്ഡ് ഇൻ ബിവൽ പ്രൊട്ടക്ടർ. ബിവൽ പ്രൊട്ടക്ടറിനകത്ത് എത്ര ഗ്രാജുവേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 0 മുതൽ 180 ഡിഗ്രി വരെയൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാകുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം. ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഫാരൻഹീറ്റ് ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർഫസ് പ്ലേറ്റ് റിട്ടേൺ ദർ അക്യുറസി ഈവൻ ഇഫ് ദി സർഫസ് ഈസ് സ്ക്രാച്ച്ഡ്. അതായത് സർഫസ് സ്ക്രാച്ച് ആയാലും അതിൻ്റെ അക്യുറസി പഴയതുപോലെ തന്നെ നിലനിർത്താൻ കഴിയുന്നത് ഈ ടൈപ്പ് സർഫസ് പ്ലേറ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പാണ് ഗ്രാനൈറ്റ് ടൈപ്പാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോമ്പിനേഷൻ സെറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്. കോമ്പിനേഷൻ സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവും വെച്ചാൽ സ്ക്വയർ ഹെഡ് ഉണ്ടാവും, സെൻറ്റർ ഹെഡ് ഉണ്ടാവും, പ്രൊട്ടക്ടർ ഹെഡ് ഉണ്ടാവും, റൂൾ ഉണ്ടാവും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് മാർക്കിംഗ് മീഡിയ വിൽ ഗീവ് വെരി ക്ലിയർ ലൈൻ ബട്ട് ടേക്ക് മോർ ടൈം ഫോർ ഡ്രൈയിങ് ദെൻ അതർ മാർക്കിംഗ് മീഡിയ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഉണങ്ങാൻ കുറേ സമയമെടുക്കുന്നതുമായ മാർക്കിംഗ് മീഡിയ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? അതിൻ്റെ ഉത്തരം ഡി ആണ്. പെർഷ്യൻസ് ബ്ലൂ ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് 1 മൈക്രോൺ. 1 മൈക്രോണിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 1/1000 mm ആണ് 1 മൈക്രോൺ എന്ന്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ദി ഡിവൈഡർ ഈസ് സ്പെസിഫൈഡ്. ഡിവൈഡർ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ? ഡിസ്റ്റൻസ് ഫ്രം ദി പോയിൻറ്റ് ടു സെൻറ്റർ ഓഫ് ദി ഫൾക്കം സെൻറ്റർ ഇൻ ദ ലെങ്ത്. അതായത് നമ്മുടെ ഡിവൈഡർ ഉണ്ടാവും. ഡിവൈഡറിനകത്ത് 2 ലെഗുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. ഈ ജോയിൻ ചെയ്ത ഇത് മുതൽ ഈ പോയിൻ്റ് വരേക്കുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് എബൌട്ട് ദി യൂസ് ഓഫ് യൂണിവേഴ്സൽ സർഫസ് ഗേജ്. താഴെ ഒരു 4 ഓപ്ഷൻ തന്നിട്ടതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ചെയ്തത് യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്തൊക്കെയാണ്? സ്ക്രൈബിംഗ് ലൈൻ പാരലൽ ടു ദി കർവ് എഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റിംഗ് ജോബ് ഓൺ മെഷീൻ പാരലൽ ടു ടാൻഡം സർഫസ്. ചെക്ക് ദി ഹൈറ്റ് ആൻഡ് പാരലിസം ഓഫ് ദ ജോബ്. മാർക്കിംഗ് ദി ലൈൻ അറ്റ് എനി ആംഗിൾ ആൻഡ് മാർക്കിംഗ് പാരലൽ ലൈൻ. ശരിയായ ഉത്തരം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സർഫസ് കഴിച്ചിട്ട് ഒരു വർക്ക് പീസിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ചെയ്യാനും പറ്റും, പാരലൽ ലൈൻ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ 2ഉം 3ഉമാണ് ശരി. സോ ബി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗ്രേഡ് ഓഫ് ആംഗിൾ പ്ലേറ്റ് ആർ യൂസ്ഡ് ഫോർ വെരി അക്യുറേറ്റ് ടൂൾ റൂം ടൈപ്പ് വർക്ക്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മുടെ ആംഗിൾ പ്ലേറ്റ് ഉണ്ടല്ലോ അത് ടൂൾ റൂം വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ആംഗിൾ പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഗ്രേഡ് 1 ടൈപ്പാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കാലിപ്പർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് റൗണ്ട് റോഡ്. അതായത് റൗണ്ട് റോഡിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കാലിപ്പർ ഏത് എന്നാണ് അതിൻ്റെ ഉത്തരം അതിന് ജെന്നി കാലിപ്പറാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയിൻ്റ് ആംഗിൾ ഓഫ് എ പ്രിക് പഞ്ച്. പ്രിക് പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 30 ഡിഗ്രിയാണ്. എ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രിക് പഞ്ചിന് പകരം ഡോട്ട് പഞ്ചാണ് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയുന്നത്? 60. സെൻറ്റർ പഞ്ചാണ് വെച്ചാൽ 90 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ക്രൈബർ. സ്ക്രൈബർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് ഹൈ കാർബൺ സ്റ്റീലാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫെറൂൾ ഈസ് എ ഡാഷ്. ഫെറൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ റിംഗ് ടു പ്രിവെൻറ്റ് ക്രാക്കിംഗ് ഓഫ് ദി ഹാൻഡിൽ. അതായത് ഹാൻഡിലൊക്കെ തന്നെ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫെറൂൾ എന്ന് പറയുന്ന സംഭവം. സി ആണ് കറക്റ്റ് ആൻസർ. ഇതെവിടെ ഉണ്ടാവുക ചോദിച്ചാൽ നമ്മുടെ ഫയലുണ്ടല്ലോ, ഫയലിൻ്റെ ഹാൻഡിൽ പിടിക്കുന്ന ഭാഗത്ത് എന്തുണ്ടാ വെച്ചാൽ ഒരു ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു റിങ് ഉണ്ടാവും. അതെന്തിനാ വെച്ചാൽ ഇത് പൊട്ടിപ്പോകാതൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിനാണ് ഈ ഫെറൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി കർവ് കട്ട് ഫയൽ ആർ അവൈലബിൾ ഓൺലി ഇൻ എ ഡാഷ് ഷേപ്പ്. അതായത് കർവ് കട്ട് ഫയൽ ഉണ്ടല്ലോ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നത് ഫ്ലാറ്റ് ഷേപ്പ് തന്നെയായിരിക്കും അതിൻ്റെത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ 150 mm ലെങ്ത് ഓഫ് ബാസ്റ്റഡ് ഫയൽ ഹൗ മെനി നമ്പർ ഓഫ് കട്ട് ഓവർ ദി ലെങ്ത് ഓഫ് 10 mm. അതായത് നമ്മുടെ ബാസ്റ്റഡ് ഫയൽ ഉണ്ടല്ലോ അതിൽ 10 mm ലെങ്ത്തിൽ എത്ര കട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്ര കട്ട് കൊടുത്തെന്ന് വെച്ചാൽ 13 കട്ട് കൊടുത്തിട്ടുണ്ടാവും. ബി ആണ് കറക്റ്റ് ആൻസർ. മോസ്റ്റ് ഫയൽ ഹാവ് ഫേസ് സ്ലൈറ്റ്ലി ബെലീഡ് ലെങ്ത് വൈസ്. വാട്ട് ഈസ് നോൺ ആസ് ഓഫ് ഡാഷ് ഓഫ് എ ഫയൽ. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബെലീഡ് ലെങ്ത് വൈസ് ഉണ്ടല്ലോ അത് ഫയലിനെ എന്താണ് പറയണത് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കർവ് ഷേപ്പ് ആയിരിക്കും. അതിനെന്ത് കഴിഞ്ഞാൽ കോൺവെക്സിറ്റി എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് മാത്രം എന്തായിരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് കട്ട് എടുക്കും, റിവേഴ്സ് വരുമ്പോൾ കട്ട് കുറവായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി പിച്ച് ഓഫ് ഹാക്സോ ബ്ലേഡ് യൂസ്ഡ് ടു കട്ട് ബ്രാസ് ട്യൂബ് കോപ്പർ അയൺ പൈപ്പ് എക്സെട്ര. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാസ് ട്യൂബുകൾ കോപ്പറിൻ്റെ തുടങ്ങിയ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാക്സോ ബ്ലേഡിൻ്റെ എത്ര പിച്ചുള്ള ബ്ലേഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യണത് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 1 mm പിച്ചുള്ള കട്ട് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് ആംഗിൾ മാർക്ക്ഡ് എക്സ് ഷോൺ ദ ഫിഗർ ഗിവൺ ബിലോ. അതായത് ഈ ചിത്രത്തിനകത്ത് ഈ എക്സ് കാണിക്കണ്ടല്ലേ, അതായത് ഈ കാണിക്കുന്ന ആംഗിളിനെ പറയുന്ന പേരെന്ത് എന്നാണ് പറയുന്നത്. കോമൺ ആയിട്ട് ഇതിനെങ്ങനെയാണ് പറയുക? ഈ താഴെ കാണുന്ന പോർഷൻ ക്ലിയറൻസ് ആംഗിൾ എന്നും ഈ പോർഷൻ കണ്ടില്ലേ ഇത്രയും പോർഷൻ നമ്മളത് പോയിൻ്റ് ആംഗിൾ എന്ന് പറയും. ഈ മേലെ കാണുന്ന ഈ പോർഷൻ നമ്മൾ റാക്ക് ആംഗിൾ എന്നാണ് പറയുന്നത്. എക്സ് എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ ഇവിടെയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞതാണ്? റാക്ക് ആംഗിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് എ ഡ്രിൽ അഡ്വാൻസ് ഇൻ ടു ദി വർക്ക് ഓൺ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ. അതായത് ക്വസ്റ്റ്യൻ നമ്മുടെ ഡ്രില്ലുണ്ടല്ലോ അതായത് ഡ്രില്ലിൻ്റെ 1 കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്ര ഡിസ്റ്റൻസ് മൂവ് ആകുന്നുണ്ട് അതിനെ പറയുന്ന പേരെന്ത് എന്നാണ് പറയുന്നത്. പറയുന്നതിന് ഫീഡ് എന്നാണ് അതിന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ടാപ്പർ ആംഗിൾ ഓഫ് സെക്കൻഡ് ടാപ്പ് ഷോൺ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ. അതായത് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഈ ടാപ്പിൻ്റെ ഈ ആംഗിളിനെ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആംഗിൾ എത്രയാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇതാണ് ഫസ്റ്റ് ടാപ്പ്, ഇത് സെക്കൻഡ് ടാപ്പ്, ഇത് മൂന്നാമത്തെ ടാപ്പ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ടാപ്പിൻ്റെ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 4 ഡിഗ്രിയാണ് ഫസ്റ്റ് ടാപ്പിൻ്റെ. സെക്കൻഡ് ടാപ്പിൻ്റെ 10 ഡിഗ്രി. മൂന്നാമത്തെ ടാപ്പിൻ്റെ എത്രയാണ്? 20 ഡിഗ്രി. എക്സാമിന് ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആരാണ്? സെക്കൻഡ് ടാപ്പിൻ്റെയാണ്. സെക്കൻഡ് ടാപ്പിന് എത്രയാണ്? 10 ഡിഗ്രിയാണ്. സോ ആൻസർ എത്രയാണ്? സി ആണ് കറക്റ്റ് ആൻസർ, 10 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ് ബിവലിംഗ് ദി എൻഡ് ഓഫ് എ ഡ്രില്ലിംഗ് ഹോൾ. അതായത് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മൾ ഡ്രില്ല് ചെയ്ത ഹോളിൻ്റെ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ ആ ടോപ്പ് പോർഷൻ ചെറുതായിട്ട് ഇങ്ങനെ ടാപ്പഡ് ആക്കുന്നതിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. തന്നെ കൗണ്ടർ സിങ്കിങ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗേജ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി റേഡിയസ് ഫോംഡ് ഓൺ ദി എഡ്ജ് ഓഫ് ആൻഡ് കമ്പോണൻറ്റ്. അതായത് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജ് ഇങ്ങനെ റേഡിയസ് ഫോമിലാണ് നിൽക്കുന്നത് വയ്ക്കുക. ഈ റേഡിയസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഗേജിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഗേജാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്? റേഡിയസ് ഗേജാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ മെട്രിക് മൈക്രോമീറ്റർ പിച്ച് ഓഫ് ദ സ്പിൻഡിൽ ത്രെഡ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ മെട്രിക് മൈക്രോമീറ്റർ ഉണ്ട്, അതിൻ്റെ സ്പിൻഡിലിൻ്റെ പിച്ച് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ് കഴിഞ്ഞാൽ 0.5 mm ആയിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി മൈക്രോമീറ്റർ വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. അതായത് നമ്മുടെ മൈക്രോമീറ്റർ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിൻ്റെ പ്രിൻസിപ്പിളാണ്? സ്ക്രൂ ആൻഡ് നട്ട് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ഡയൽ കാലിപ്പർ ദി ഡയൽ ഹാൻഡ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഡാഷ് സിസ്റ്റം ഓൺ ദി ബീം. അതായത് നമ്മുടെ ഡയൽ കാലിപ്പർ ഉണ്ടല്ലോ, ഡയൽ കാലിപ്പറിനകത്ത് നമ്മുടെ ഡയൽ ഉണ്ടല്ലോ, ഡയൽ വർക്കാകുന്നത് എന്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? റാക്ക് ആൻഡ് പിനിയൻ്റെ സഹായത്താണ് ഡയൽ വർക്ക് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. ഇൻ എ വെർനിയർ ഹൈറ്റ് ഗേജ് ഡാഷ് ഈസ് യൂസ്ഡ് ഓൺ ദ മൂവബിൾ ജോ വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ടേക്ക് എ മെഷർമെൻറ്റ് ഫ്രം ദി ലോവർ പേസ്. അതായത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ വെർനിയർ ഹൈറ്റ് ഗേജിൽ മൂവബിൾ ജോയിൽ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? താഴത്തെ പോർഷൻ വർക്ക് പീസിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയും താഴത്തെ പോർഷൻ തൊട്ട് മെഷർ ചെയ്യാനും മാർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഓപ്സെറ്റ് സ്കൈബർ ഉപയോഗിച്ചാണ് അത് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ ബിവൽ പ്രൊട്ടക്ടർ. വെർനിയർ ബിവൽ പ്രൊട്ടക്ടർ ലീസ്റ്റ് കൊണ്ട് വെച്ചാൽ 2 MSD മൈനസ് 1 VSD. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗ്രേഡ് സ്ലിപ്പ് ഗേജ് ഈസ് യൂസ്ഡ് ഫോർ പ്രിസിഷൻ ടൂൾ റൂം ആപ്ലിക്കേഷൻ. അതായത് പ്രിസിഷൻ ടൂൾ റൂം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സ്ലിപ്പ് ഗേജ് ഏത് എന്നാണ്? അതായത് ഗ്രേഡ് 1 ആണ്. ഇപ്പോൾ അതിന് പകരം വന്നിട്ട് കാലിബ്രേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലിപ്പ് ഗേജ് ഏത് ചോദിച്ചാൽ നമ്മൾ ഗ്രേഡ് 00 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഹോൾസ് ഡ്രിൽസ് എക്രോസ് സൈൻ ബാർ. അതായത് സൈൻ ബാർ ഇങ്ങനെയാണെന്ന് വെക്കുക, ഇവിടെ ഒരു 2 റോളർ ഉണ്ടാവും, ഇവിടെ ഇതെങ്ങനെയായിരിക്കും സൈൻ ബാറിൻ്റെ പൊസിഷൻ, ഇവിടെയൊക്കെ ഹോള് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും പിന്നെ ക്ലാമ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് ജിഗ് ഷോൺ ദ ഫിഗർ ഗിവൺ ബിലോ. അതായത് ചിത്രത്തിൽ തന്നിരിക്കുന്ന ജിഗ്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഡ്രിൽ ജിഗ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി എബിലിറ്റി ടു സെലക്ട് കമ്പോണൻറ്റ് ഫോർ അസംബ്ലി അറ്റ് റാൻഡം ആൻഡ് ഫിറ്റ് ദം ടുഗദർ വിത്തിൻ പ്രോപ്പർ ടോളറൻസ് ഈസ് കാൾഡ് ഡാഷ്. ശരിയായ ഉത്തരം ഇൻ്റർചേഞ്ചബിലിറ്റിയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ്. മാക്സിമം ലിമിറ്റിനും മിനിമം ലിമിറ്റിനും പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് ടോളറൻസ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് എ BA ത്രെഡ് ഈസ് ഡാഷ്. BA ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 47 ഡിഗ്രിയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് കപ്ലിംഗ് ഷോൺ ദ ഫിഗർ ഗിവൺ ബിലോ. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന കപ്ലിങ്ങിൻ്റെ പേരെന്ത് എന്നാണ്? അതിന് പേര് ഫ്ലാഞ്ച് കപ്ലിംഗ് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് 2 bevel gear are symmetrically to each and other and transmit motion at a right angle such gears may be called dash. അതായത് 2 ബിവൽ ഗിയറുകളുണ്ട്, ഈ ബിവൽ ഗിയർ 90 ഡിഗ്രി പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയുന്ന ഗിയറിന് പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിന് പറഞ്ഞ മീറ്റർ ഗിയർ എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ബെൽറ്റ് ടേൺ ഓൺ എ പുള്ളി ഇറ്റ് ടെൻസ് ടു stretch on the contact area if the driving pulley and shorten on the driven pulley. This localized movement of a belt is a direct result of elastic stretch and is known as dash. ഇതിനെ പറയുന്നത് ക്രീപ്പ് എന്നാണ് പറയുന്നത്. അത് ഡയറക്റ്റ് സ്ട്രെച്ച് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ക്രീപ്പിൻ്റെ സഹായത്തിലാണ് ഡയറക്റ്റ് സ്ട്രെച്ച് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ബെൽറ്റ് ഈസ് ജനറലി യൂസ്ഡ് വെൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഷാഫ്റ്റ് ഈസ് ടു ഷോർട്ട്. അതായത് കുറഞ്ഞ ഡിസ്റ്റൻസുകളിലേക്ക് പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്നത് ഏതാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ബി ബെൽറ്റ് ഡ്രൈവാണ് കുറഞ്ഞ പവർ ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് ബെയറിംഗ് യൂസ്ഡ് വെൻ ദ ലോഡ് ഈസ് പാരലൽ ടു ദി ബിയറിംഗ് ആക്സിസ്. അതായത് ബിയറിംഗ് ആക്സിസിന് പാരലായിട്ട് ലോഡ് കൊടുക്കുന്നതിന് ഏത് ടൈപ്പ് ബെയറിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പാണ്? ത്രസ്റ്റ് ബിയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ലൈറ്റ് ടോർക്ക്. അതായത് കുറഞ്ഞ ടോർക്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് യൂസ് ചെയ്യുന്നത്? വുഡ്രഫ് കീകളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. കുറഞ്ഞ പവർ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് വുഡ്രഫ് കീ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് ക്ലച്ച് ഷോൺ ഇൻ ദി ഫിഗർ ഗിവൻ ബിലോ. അതായത് ചിത്രത്തിനകത്ത് അല്ലേ ഇത് ഏത് ടൈപ്പ് ക്ലച്ചാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കോൺ ക്ലച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ്. ഈ കാണുന്ന ചിത്രം കോൺ ക്ലച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ടൂത്ത് ടൈപ്പ് ലോക്ക് വാഷർ ആർ യൂസ്ഡ് വെൻ ദി മൗണ്ടിങ് ഹോൾസ് ആർ ഓവർ സൈസ്. അതായത് നമ്മുടെ ഹോളിൻ്റെ മൗണ്ടിങ് സൈസ് വന്നിട്ട് ഓവർ ആയിക്കഴിഞ്ഞാൽ ഏത് ടൈപ്പ് വാഷറാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ് വാഷറാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് അലോയ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബെയറിംഗ് ഫോർ വർക്ക് അറ്റ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് ഹെവി ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. അതായത് ഉയർന്ന ടെമ്പറേച്ചറും ഉയർന്ന ലോഡും താങ്ങാൻ കഴിയുന്ന ബെയറിങ്ങിന് ഏത് ടൈപ്പ് അലോയ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബെയറിംഗ് അലോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം കാഡ്മിയം ബേസ്ഡ് അലോയ്സ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ.